മോദി സർക്കാരിന്റെ കീഴിൽ ഈ സിസ്റ്റത്തോടുള്ള അസഹിഷ്ണുതയിൽ നിന്നും യുവജനത കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കുമ്പോൾ പിറന്നത് ചരിത്രത്തിലെ പുതിയ ഒരു ഏടാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തിൽ നിന്നും ജന്മം കൊണ്ട CJP രാജ്യത്തെ യുവാക്കളുടെ കരുത്തെന്തെന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുത്തു. പ്രതിഷേധത്തിന്റെ 35ാം നാൾ മോദി മുട്ടുമടക്കുമ്പോൾ സമരത്തിന് ഊർജം പകർന്ന ഇടത് പ്രസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ അസാന്നിധ്യവും എന്നും ഈ രാജ്യം ഓർമ്മിക്കപ്പെടും. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയ്ക്ക് പിന്നാലെ മെയ് 13 പ്രസിദ്ധീകരിച്ച CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിലെയും പാളിച്ചകളാണ് കേന്ദ്ര സർക്കാരിനെ ഇരട്ടി പ്രതിരോധത്തിൽ ആക്കിയത്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയത്, പുനഃപരീക്ഷ സമ്മർദ്ദങ്ങൾ, ആത്മഹത്യ ചെയ്തത് 22ഓളം വിദ്യാർത്ഥികൾ. ചോദ്യപേപ്പർ ചർച്ച പുറത്തു വന്നതോടെ അതിശക്തമായ പ്രതിഷേധവുമായി SFI ഉൾപ്പെടെ സംഘടനകൾ ആണ് ആദ്യം തെരുവിലിറങ്ങിയതും. മെയ് 15 വ്യാജബിരുദ കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പാറ്റ പരാമർശത്തിൽ നിന്നും കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊണ്ടു. US ബോസ്റ്റണിൽ ഉണ്ടായിരുന്ന അഭിജിത്ത് ദീപ്കെ എന്ന ചെറുപ്പക്കാരൻ CJP പാർട്ടി സമൂഹമാധ്യമത്തിൽ ആക്ഷേപഹാസ്യമെന്ന നിലയിൽ രൂപീകരിച്ചു. രാജ്യത്തെ സിസ്റ്റത്തിൽ പൊറുതിമുട്ടിയ യുവജനങ്ങൾ CJP പിന്തുണച്ചതോടെ ഇൻസ്റ്റഗ്രാമിൽ 2 കോടിയിലധികം ഫോളോവേഴ്സ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. പിന്നാലെ അടുത്ത അക്കൗണ്ട്. സമൂഹമാധ്യമത്തിലെ മാത്രം പോരാട്ടമെന്ന സംഘപരിവാർ ആക്ഷേപത്തിൽ മറുപടിയുമായി ജൂൺ 6 അഭിജിത്ത് ഇന്ത്യയിലെത്തി ജന്തർ മന്ദറിൽ സമരം നടത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിന് വിഷയാധിഷ്ഠിത പിന്തുണ നൽകിയത് SFI, ഐസ, AASF ഉൾപ്പെടെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. പക്ഷേ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ NSUI വിട്ടുനിന്നു. പിന്നീട് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധം. പിന്നാലെ ജൂൺ 20 ജന്തർ മന്ദറിൽ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. സമരം അനിശ്ചിതകാലത്തേക്ക് തുടരാൻ തീരുമാനിച്ചപ്പോഴും പൂർണ്ണ പിന്തുണയുമായി പിടിച്ചു നിർത്തിയത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. SFI സമരവേദിയിൽ ക്രാന്തി കോർണർ രൂപീകരിച്ചു. ദിവസവും 1000ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി. 28 സോനം വാങ്ചുക് വേദിയിൽ നിരാഹാര സമരം ആരംഭിച്ചു. ഐക്യദാർഢ്യം നൽകി CPIM, CPI ജനറൽ സെക്രട്ടറിമാർ, ഇടതുപക്ഷ MPമാർ ഉൾപ്പെടെ വേദിയിലേക്കെത്തി. പിന്നീട് സോനം വാങ്ചുകിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ഒടുവിൽ നിരാഹാര സമരം 20 ദിവസമാകുമ്പോൾ ജൂലൈ 18 സോനം വാങ്ചുകിനെ ബലം പ്രയോഗിച്ച മോദി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനോടകം തന്നെ പ്രതിഷേധം രാജ്യം ഏറ്റെടുത്തിരുന്നു. സോനം വാങ്ചുകിന്റെ നിർബന്ധിത കസ്റ്റഡിയിൽ പ്രതിഷേധിച്ച് അഭിജിത്ത് ദീപ്കെ, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി, ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് ഉൾപ്പെടെ നിരാഹാര സമരം ആരംഭിച്ചു. ജൂലൈ 20 പാറ്റകൾ രാജ്യമെമ്പാടും നിന്ന് രാജ്യതലസ്ഥാനത്തേക്കെത്തി പാർലമെന്റ് മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾക്ക് നേരെ രാജ്യം ഇതുവരെ കാണാത്ത നരനായാട്ടിനാണ് സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ MA ബേബി ഉൾപ്പെടെ ഇടതു നേതാക്കൾ ശക്തമായ പ്രതിരോധവുമായി ജന്തർ മന്ദറിൽ എത്തി. जल्दबाजी में क्या है, हम तो खड़ा है एमपी लोग, ये हाल इधर, ये दिल्ली नगर का हाल इधर,
ഡൽഹി പോലീസും അർദ്ധസേനയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. എംപിമാർക്ക് പോലും വഴിയടക്കാൻ പറ്റും. ഇടതുപക്ഷം പകർന്നു നൽകിയ ദിശാബോധവും കൂടെ ചേർന്ന് മോദി സർക്കാരിന്റെ ക്രൂരതയ്ക്കെതിരെ രാജ്യം ഒന്നായി ചേർന്നു നിന്നു. ഇതോടെ ജന്തർ മന്ദറിൽ ഒരു തവണ പോലും എത്താതിരുന്ന രാഹുൽ ഗാന്ധിക്കും ഐക്യദാർഢ്യപ്പെടേണ്ടി വന്നു. കോൺഗ്രസ് എംപിമാരെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പിറന്നാൾ ആഘോഷത്തിനായി 23-ന് 10 രാജാജി മാർഗിലേക്ക് വിളിച്ചു വരുത്തി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്താമെന്ന് മുൻകൂട്ടി പറഞ്ഞാൽ എത്ര പേര് വരുമെന്ന രാഹുൽ ഗാന്ധിയുടെ സംശയമാകാം മുൻകൂട്ടി അറിയിക്കാതെ ഇത്തരമൊരു നീക്കം നടത്തിയത്. എന്തായാലും രാജ്യം ഒന്നടങ്കം കൈകോർത്തപ്പോൾ 35 ദിനം മോദി സർക്കാരിന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത് ചരിത്രം തന്നെയായി മാറി. കൈരളി ന്യൂസ്, ദില്ലി.